ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗാർഡൻ സെൻറ്ററിൽ പോയതാണ് കേട്ടോ. ഗാർഡൻ സെൻറ്റർ പേരാണ് സൺഷൈൻ. ഇപ്പോൾ നമ്മൾ സമ്മറിൽ വരാണെങ്കിൽ ഈ ഏരിയ ഫുള്ളും ചെടികളായിരിക്കും. ഇപ്പോൾ വിൻ്റർ അല്ല, സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് സ്പ്രിങ്ങിൽ പുറത്ത് നിൽക്കുന്ന ചെടി മാത്രമേ പുറത്തുള്ളൂ. അപ്പോൾ ഈ കാണുന്നത് ട്യൂലിപ്സാണ്. പല കളറിലുള്ള ട്യൂലിപ്സ് വിരിയുന്ന സീസണാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് ട്യൂലിപ്സ് പുറത്ത് വെച്ചാലും ചീത്തയാവില്ല, ഈ ക്ലൈമറ്റിന് ഓക്കെയാണ്. പിന്നെ ഈ കാണുന്ന ഡാഫോഡിൽസാണ്. ഡാഫോഡിൽസിൽ തന്നെ ചെറിയ ഡാഫോഡിൽസും ഉണ്ട്, വലിയ ഡാഫോഡിൽസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ വെച്ചിരിക്കുന്ന ബോർഡിൽ അതിന് എത്ര രൂപയാണെന്നുള്ളതും കാര്യങ്ങളൊക്കെയാണ് അവർ മെൻഷൻ ചെയ്തേക്കുന്നത്. പിന്നെ ഈ രണ്ട് ചെടികളുടെ പേര് എനിക്കറിയില്ല കേട്ടോ. ഞാനാണെങ്കിൽ ആ ബോർഡിൽ നോക്കാനും മറന്നേ. പിന്നെ ഞാൻ മെയിനായിട്ട് പോയത് ഈ റോസുകൾ നോക്കാനാണ്. അപ്പോൾ റോസുകൾ അവർ വെച്ചേക്കുന്നത് ഗാർഡൻ സെൻറ്ററിൻ്റെ അകത്തായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ ഇരിക്കുന്ന ഹൈബ്രിഡ് ടീ എന്ന് പറഞ്ഞ വെറൈറ്റീസിൻ്റെ കളക്ഷൻസാണ് ഫുള്ള്. അതിൽ നമ്മുടെ നോർമലായിട്ട് ഒറ്റ കളുകളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിങ്ക്, ചുമപ്പ്, മഞ്ഞ, വൈറ്റ്, പിന്നെ ഇങ്ങനത്തെ കടും ചുമപ്പ്, അങ്ങനത്തെ ഒറ്റ കളറുകളുണ്ട്. പിന്നെ ഡബിൾ കളറുകളുണ്ട്, മിക്സായിട്ട് വന്നതുണ്ട്. ഇപ്പോൾ ഓറഞ്ചും ലൈറ്റ് എല്ലാം കൂടെ ചേർന്നത്, പിന്നെ വൈറ്റും പിങ്കും കൂടെ ചേർന്നത്, അങ്ങനെ ഡബിൾ കളറുമായിട്ടുള്ള കുറേ ചെടികൾ. പിന്നെ പൂവിൻ്റെ വലിപ്പം അനുസരിച്ചും വ്യത്യാസമുണ്ട്. ചെറിയ പൂക്കളുണ്ട്, വലിയ പൂക്കളുള്ളതുണ്ട്, പിന്നെ എതളുകൾ ഡബിളായിട്ട് ലെയറായിട്ടുള്ളതുണ്ട്, സിംഗിൾ ലെയറായിട്ടുള്ളതുണ്ട്. ഡബിൾ ലെയറായിട്ട് കുറച്ചുകൂടി കാണാൻ ഭംഗി. അപ്പോൾ ഹൈബ്രിഡ് റോസുകളാണത് ഫുള്ള്. ഇതിപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് കട്ട കുത്തി പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഷ്രബ് റോസ് ഉണ്ട്. അതാണെങ്കിൽ നമ്മുടെ ഈ കുറ്റിച്ചെടി പോലെ നന്നായിട്ട് ഉണ്ടായിട്ട് ചിലപ്പോൾ ചെറിയ പൂക്കളായിരിക്കും, പക്ഷേ കൊല കുത്തി പൂവുണ്ടാവുമെന്ന് അറിയില്ലേ, അങ്ങനത്തെ ടൈപ്പാണ്. അപ്പോൾ ഹൈബ്രിഡിൻ്റെ വെറൈറ്റീസ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെക്ഷൻ വന്നത്, സത്യമായിട്ട് ഈ പേര് എങ്ങനെ വായിക്കണമെന്ന് എനിക്ക് വലിയ പിടിയില്ല. കുറച്ച് കഴിയുമ്പോൾ ആ പേരിൻ്റെ വലിയ സ്ക്രീൻ വരുന്നുണ്ട്. അപ്പോൾ ആ വെറൈറ്റിയാണിതാ, ഈ കാണുന്ന വെറൈറ്റിയാണ് ഇവിടെ കാണുന്നത്. എന്താ ഫ്ലോറിബുണ്ട അങ്ങനെ എന്തോ സംതിങ്, അറിയില്ല അതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്നും. ആ വെറൈറ്റീസാണ് ഇവിടെ കാണുന്നത്. ഈ ചട്ടികളിലും അതിൻ്റെ വിലയും അതെ $23.99 ആണ്. ഓൾമോസ്റ്റ് $24 ആ ഒരു ചട്ടി റോസയുടെ വില. അതിപ്പോൾ ഇത്ര ചെറുതായിട്ടിരിക്കുന്നതിൻ്റെ കാരണം അവരിപ്പോൾ മറ്റേ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് കൊണ്ടുവച്ചേക്കണ ഒരു സ്റ്റേജാണിത്. നമ്മളിപ്പോൾ ഈ സമയത്ത് മേടിച്ചിട്ട് പോയാലും നമുക്കത് വീടിൻ്റെ അകത്ത് തന്നെ ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഈ കാണുന്ന പിന്നെ അടുത്ത സെക്ഷൻ, എല്ലാ സെക്ഷനും ഇങ്ങനെ തന്നെയാണ്. മിക്സഡ് ആയിട്ടുള്ള കളേഴ്സും ഡബിൾ കളേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് സിംഗിൾ ഇതളുകളുള്ള റോസുകളുണ്ട്, നമ്മുടെ നന്നായിട്ട് കട്ട റോസുകളുണ്ട്, അങ്ങനെയെല്ലാം. പക്ഷെ ഞാൻ ഈ റോസുകളൊന്നും അല്ലാട്ടോ നോക്കി വന്നത്. ഞാൻ നോക്കി വന്ന വേറൊരു കമ്പനിയുടെയാണ്. അത് ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഷ്രബ് റോസാണ് ഇത്. ഷ്രബ് റോസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡേവിഡ് ഓസ്റ്റിൻ ഷ്രബ് റോസ്. ഇതാണ് ഞാൻ നോക്കി വന്ന വെറൈറ്റി. ഇതും വേണമെങ്കിൽ നിറച്ചും പൂക്കളുണ്ടാവും. ഞാൻ കാണാറുണ്ട്, ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഫുള്ളും ഇവരുടെ റോസസാണ് ഇരിക്കുന്നത്. ഞാനങ്ങനെ നോക്കിയപ്പോഴാണ് അത് ഈ കമ്പനിയുടെ റോസാണെന്ന് മനസ്സിലായത്. പക്ഷെ നിങ്ങൾക്ക് കാണാം, ഇത് വളരെ ചെറുതാണ്, അങ്ങ് പൊട്ടി മുളച്ച് വരുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ വില $28.99 ആണ്, $29. മറ്റേതിനേക്കാളും കുറച്ചും കൂടെ വില കൂടുതലാണിത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല, എല്ലാം കണ്ട് സന്തോഷത്തോടെ പോന്നു. പിന്നെ ഇത് സ്ട്രോബെറിയുടെ ബാസ്ക്കറ്റുകളാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചാൽ പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാതെ. നിങ്ങൾക്ക് കാണാം വലിയൊരു ഗാർഡൻ സെൻറ്ററാണിത്. അതിൻ്റെ രണ്ട് സൈഡിലും ചെടികൾ വെച്ചിട്ട്, ചെടികളല്ല ഇപ്പോൾ കൂടുതലും ചെടികളുണ്ടെങ്കിലും. പിന്നെ ഇത് സ്പൈസസ് ആണ്, നമ്മുടെ ബേസിൽ, തായ്, ഒറിഗാനോ, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഈ ഇങ്ങനെ താഴോട്ട് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ കൃഷ്ണ തുളസിയൊക്കെ കേട്ടോ, അത് കൃഷ്ണ തുളസിയാണ്. ഞങ്ങൾ അതിനെടുത്ത് മണത്ത് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ ഇത് മൊത്തം സ്പൈസസിൻ്റെ ഏരിയയാണ്. പിന്നെ ഈ കാണുന്നത് അലോവേരയാണ് നിറച്ച് വെച്ചേക്കുന്നത്. ഇതിനുണ്ട് അത്യാവശ്യം $9, $10 കണ്ട. ഇത് ഈസ്റ്റർ ലില്ലിയാണ്. ഈസ്റ്ററിൻ്റെ സമയത്ത് പൂവുണ്ടാവുന്നതാണ്. അത് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. പിന്നെ ഇത് റോസ്മേരി തന്നെ 3 സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോതിലും എഴുതി വെച്ചിട്ടുണ്ട് ആ റോസ്മേരി എന്തിനാണ് ഉപയോഗിക്കണേന്ന്. ചിലത് നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുന്നതുണ്ട്, ചിലത് റോസ്മേരി ബാർബിക്യൂ എന്ന് പറഞ്ഞ ഒരെണ്ണം കണ്ടായിരുന്നു. പിന്നെ മുടിമേ പുരട്ടണ റോസ്മേരി, സ്കിൻ ആൻഡ് ഹെയർ. പിന്നെ ഈ ചെടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ പേര് ബ്ലീഡിങ് ഹാർട്ട് എന്നാണ്. എനിക്ക് തോന്നുന്നു ആ പൂവിൻ്റെ ഒരു ഷേപ്പ് അനുസരിച്ചായിരിക്കും. അപ്പോൾ നമ്മളതിൽ കണ്ടത് ഈ വൈറ്റും ആ പിങ്ക് കളറും ആണ് കണ്ടത്. പിന്നെ ഇത് അവർ റെഡിയാക്കുന്നത് സമ്മറിലേക്ക് നമുക്ക് വെക്കുന്ന ബാസ്ക്കറ്റുകളാണ്. ഇവിടുത്തെ വീടുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സമ്മറാകുമ്പോൾ ഹാങ്ങിങ് ബാസ്ക്കറ്റുകൾ ഉണ്ടാവും. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ചെടിച്ചട്ടി വെച്ചിട്ട് അതിലിങ്ങനെ നിങ്ങൾക്ക് കാണാം പല വെറൈറ്റീസുള്ള ചെടികൾ ഫില്ല് ചെയ്ത് അവർ വെക്കും.
പിന്നെ ഞാനിങ്ങനെ ഓരോ സെക്ഷനിൽ നടന്ന് അവിടെ കാണുന്ന പല വെറൈറ്റീസിലുള്ള ചെടികളും പൂക്കളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പല സാധനങ്ങളുടെയും പേര് നമുക്കിങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ. കാരണം എനിക്കതിന് അതിൻ്റെ രാസനാമം വെച്ചായിരിക്കും ഇവർ പേര് വെച്ചേക്കുന്നത്. ചിലപ്പോൾ നമ്മൾ നാട്ടിൽ പറയുന്ന പേരൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒന്നും എനിക്കറിയില്ല. ഇത് ഓർണമെൻ്റൽ ഒനിയൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പൂവൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ലതാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന കുറേയൊക്കെ ആനുവൽസാണ്. ചെറുത് ചില ചെടികൾ മാത്രമേ ഞാൻ പെരിനിയൽസായിട്ട് കണ്ടുള്ളൂ. അപ്പോൾ ആനുവൽസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറയണേ. ആനുവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വർഷം ഉണ്ടായിട്ട് പിന്നെ അത് ഉണ്ടാവില്ല. നമ്മൾ അടുത്ത വർഷം വേണമെങ്കിൽ വീണ്ടും വാങ്ങിച്ചു വെക്കണം. പെരിനിയൽസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു വർഷം വാങ്ങിച്ചു വെച്ചാൽ എല്ലാ വർഷവും അത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് പെരിനിയൽസ്. അപ്പോൾ നമ്മൾ വെറൈറ്റീസ് വേണ്ടപ്പോൾ എല്ലാ വർഷവും ഒരേ ചെടിയൊക്കെ മതിയെങ്കിൽ പെരിനിയൽസ് വാങ്ങിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. പെരിനിയൽസിന് കുറച്ചുകൂടി വിലയുണ്ടാവും. പക്ഷേ അത് എല്ലാ വർഷം നമുക്ക് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു പ്രാവശ്യം ഇട്ടുക പിന്നെ നമുക്ക് എല്ലാ വർഷവും ഉണ്ടാവും. ഈ ചെടി നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ പേര് ഗ്രേപ്പ് ചങ് ക്രഷ് എന്നെങ്ങാണ്ടാണ് അതിൻ്റെ പേര്. പക്ഷെ അത് കുഞ്ഞി ചെടിയാണ് കേട്ടോ. അതിൻ്റെ വില എന്ന് പറയുന്നത് $9 ആ പോട്ടിൻ്റെ വില. കുഞ്ഞി പോട്ടാണത്. പക്ഷേ അതെനിക്ക് തോന്നുന്നത് അത് പെരിനിയലാണെന്ന് തോന്നുന്നത്. പിന്നെ ഓരോരോ ചെടികൾ നമ്മങ്ങനെ നോക്കി നമ്മൾ പോകുന്നുണ്ട്. പല വെറൈറ്റീസ് കാണാം. പക്ഷേ ഈ കുഞ്ഞു ചട്ടികളാണ് നിങ്ങൾക്ക് കാണാൻ, ചട്ടികളുടെ വലിപ്പം. ഇത് ഫേൺസാണ്. ഫേൺസ് നമ്മൾ കാണുമ്പോൾ നമുക്ക് സത്യം ചിരി വരും. നമ്മുടെ നാട്ടിൽ ഈ കിണറ്റിൻ്റെ സൈഡിലൊക്കെ നിൽക്കണ കാണാറുണ്ട്. പിന്നെ കാണുന്നത് നമ്മൾ കോൺഫ്ലവേഴ്സ് കാണാം. കോൺഫ്ലവേഴ്സിന് വിലയുണ്ട്, കാരണം അത് പെരിനിയലാണ് കോൺഫ്ലവേഴ്സ്. പിന്നെ ഈ ചട്ടിയിൽ കാണുന്നത്, ഈ വൈറ്റ് ചട്ടിയിൽ P&W എന്ന് എഴുതിയേക്കുന്നത്, ആ കമ്പനിയുടെ ചെടികളൊക്കെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് അതിന് അത്യാവശ്യം വിലയുണ്ടാവും. പിന്നെ ഇതാണെങ്കിലും ഡയാന്തസ്, അത് പെരിനിയൽസാണ്. അതിന് $12.99 വില ഇട്ടേക്കുന്നത്. അതിൻ്റെ പൂക്കളും കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ അതുണ്ടായി വരുമ്പോൾ. പിന്നെ എല്ലാത്തിൻ്റെ നിങ്ങൾക്ക് കാണാം പല വെറൈറ്റീസ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും ഈ ചട്ടിയിലിരിക്കുന്നത് അതെ, ആ കുഞ്ഞു ചെടി മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഏരിയ ഫുള്ള ചെടി ഉണ്ടാവും. അമ്മാരി അത് വലുതായിട്ട് വരും കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഇലച്ചെടികളാണ്. പൂക്കളൊന്നും ഉണ്ടാകത്തില്ല, ഇലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സൈഡിലിരിക്കുന്നത് അതെ, ഇതും ഇലകൾ മാത്രമാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എനിക്കറിയാമായിരുന്നു എൻ്റെ പേര്, എന്തോ H വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ പല വെറൈറ്റീസാണ് ഇവിടെ കാണുന്നത്. വലുതും ചെറുതുമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് അവിടെ കാണുന്നത്. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. ഇത് ഡെയിലില്ലി, അറിയില്ല എന്നല്ല, ഡെയിലില്ലിയാണത്. ഡെയിലില്ലിയിൽ അതെ പൂവും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഡെയിലില്ലി അതെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു വർഷം നട്ട് കഴിഞ്ഞാൽ പിറ്റേ വർഷം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഡെയിലില്ലിയുടെയും പല കളേഴ്സ് ഉണ്ട്. ആ കളേഴ്സാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ലാവെൻഡറാണ് കേട്ടോ. ലാവെൻഡറിൻ്റെ ചെടി ഇങ്ങനെ ഇരിക്കുന്നത് ചെറിയ ചെടി പോലെ ഇരിക്കും. നമുക്ക് അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ പൂവ് കാണാനായിട്ട് വലിയ ഭംഗിയില്ലെങ്കിലും നമ്മളത് ഒത്തിരി പൂക്കളുണ്ടായ ശേഷം നമ്മൾ അകലേന്നൊക്കെ നോക്കൂലേ, അപ്പോൾ ആ ഒരു ലാവണ്ടർ കളർ അവിടെ നിറഞ്ഞു നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമ്മൾ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ എനിക്ക് അതിന് അത്ര വലിയ കളർ തോന്നിയിട്ടില്ല. ഇത് ബ്ലാക്ക് ഐഡ് സൂസൻ. ഈ ചെടി എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ഈ ചെടിയുമേ ആണെങ്കിലും ഒരു ജൂലൈ ആകുമ്പോൾ പൂവുണ്ടാവണേ. അതും പെരിനിയലാണ്, നിറച്ചും പൂവുണ്ടാവും. ഇത് പിയോണീസാണ്. പിയോണീസ് ശരിക്കും പറഞ്ഞാൽ ചട്ടി വളരെ കുഞ്ഞിതാണ്. പിയോണീസ് പെരിനിയലാണ്. പക്ഷേ പിയോണീസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൺ ടൈം ഫ്ലവറിങ് ആണ്. പിയോണീസിൻ്റെ വൈറ്റിന് ഇതാ $40 ആണ്. അപ്പോൾ പിയോണീസ് വൺ ടൈം ഫ്ലവറിങ് ആണ്. അത് ഈ ഒരു തണുപ്പ് അങ്ങോട്ട് മാറി വരണ സീസണിലുണ്ടാവും. അത് ആ വൺ ടൈം ഫ്ലവറിങ് ആണെങ്കിലും കുറേ നാൾ നിൽക്കും, അത് കഴിഞ്ഞിട്ട് പോവും. ഇത് നമ്മുടെ വാഴയാണ് കേട്ടോ. വാഴയും ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആണ്. ഇത് നമ്മൾ വിൻ്ററിൽ അകത്ത് കയറ്റി വെക്കണം. അതുകൊണ്ട് മെയിനായിട്ട് ഇതൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല. ഇത് ഫുള്ള് ഹൈഡ്രാഞ്ചിയാസാണ്. പല കളേഴ്സിലുള്ള ഹൈഡ്രാഞ്ചിയാസ്. ബ്ലൂ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ ഗ്രീൻ കളർ തന്നെയുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഹാങ്ങിങ് ബാസ്ക്കറ്റുകളാണ്. ഞാൻ സമ്മറിൽ വന്ന് ഒന്നും കൂടെ കാണിക്കാം. സമ്മറിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. കാരണം ഈ ഹാങ്ങിങ് ബാസ്ക്കറ്റൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് ഫില്ലായിട്ട് ഫ്ലവേഴ്സായിട്ട് നിൽക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പല വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.